discuss the fourth operation of matrix. Okay, which is the multiplication of matrices. നമ്മൾ നാലാമത്തെ ഓപ്പറേഷൻ ആയ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ 3 ഓപ്പറേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു അല്ലെ? എന്തൊക്കെയായിരുന്നു? അഡിഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നല്ലോ. അത് നമുക്ക് അഡിഷനിലും സബ്ട്രാക്ഷനിലും നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു നമ്മളുടെ കണ്ടീഷൻ? എന്തായിരുന്നു? നമ്മുടെ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിലോ മൈനസ് ചെയ്യണമെങ്കിലോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നു വേണ്ടത്? രണ്ട് മെട്രിക്സുകളുടെയും ഓർഡേഴ്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കണം ആയിരുന്നല്ലോ. അതേപോലെ ഒരു കണ്ടീഷൻ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലും ഉണ്ട്. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ നോക്കാം. Multiplication of two matrices is possible only if the number of columns of the first matrix is equal to the number of rows of the second matrix. എന്താണ്? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ് ആയിരിക്കണം. ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുക്കുകയാണ്. എ അതിന്റെ ഓർഡർ m/n ആണ്. ഓക്കെ. അതുപോലെ തന്നെ പി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഞാൻ എടുത്തു. അതിന്റെ ഓർഡർ n/p ആണ്. ഓക്കെ. ഈ എ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് എ ഇൻറ്റു ബി, എ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ പറഞ്ഞിരുന്നത്? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ് അല്ലെ? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ഏതാണ്? n ആണ് അല്ലെ? അതുപോലെ നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ് ഏതാണ്? n ആണ്. അത് തമ്മിൽ ഈക്വൽ ആയിരിക്കണം. ഇവിടെ നോക്കുക, എയുടെയും ബിയുടെയും നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദ ബി ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് എ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എനെ ബിയോടുകൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. എന്താണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ? എന്താണ്? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സ്. ഓക്കെ. ഇത് എ ബി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡറിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എ ബിയുടെ ഓർഡർ എന്താവുന്ന നോക്കാം. എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ ബിയുടെ ഓർഡർ വിൽ ബി m/p ആയിരിക്കും. m/p എന്തായിരിക്കും? m/p. m എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ നമ്പർ ഓഫ് റോസും പി എന്ന് പറഞ്ഞാൽ ബിയുടെ നമ്പർ ഓഫ് കോളംസും ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ ഓർഡർ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് റോസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ബൈ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്. ഓക്കെ. ഇങ്ങനെ നമുക്ക് എഴുതുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എമ്മും പിയും ആയിരിക്കും നമ്മളുടെ m/p ആയിരിക്കും നമ്മുടെ എ ബിയുടെ ഓർഡർ. ഓക്കെ. എന്നാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചതാണ് എ ബി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. എ ബിയുടെ ഓർഡർ വിൽ ബി ഈക്വൽ ടു m/p. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബി എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒക്കുന്നുണ്ടോ നോക്കാം. ബിയുടെ ഓർഡർ എത്രയാണ്? ബിയുടെ ഓർഡർ ഈക്വൽ ടു n/p ആണ് ബിയുടെ ഓർഡർ. എയുടെ ഓർഡർ എന്താണ്? m/n ആണ് അല്ലെ? m/n ആണ്. ഇവിടെ നോക്കാം. നമ്പർ ഓഫ് കോളംസ് ഓഫ് ബി എന്താണ്? p ആണ്. നമ്പർ ഓഫ് റോസ് ഓഫ് എ എന്താണ്? m ആണ്. ഇത് തമ്മിൽ ഈക്വൽ അല്ല അല്ലെ? അത് തമ്മിൽ ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബി എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായി ഒക്കത്തില്ല. ഓക്കെ ആണല്ലോ. ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാം. ഇനിയിപ്പം ഞാൻ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. aij. ഓക്കെ. aij ഒരു മെട്രിക്സ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് m/n ആണ്. ഓക്കെ. അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ബി ഈക്വൽ ടു bij. bijയുടെ ഓർഡർ എന്താണ്? n/p ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ഓർഡർ നമുക്ക് അറിയാം അല്ലേ? എങ്ങനെയായിരുന്നു? എ ബിയുടെ ഓർഡർ വിൽ ബി ഈക്വൽ ടു എന്തായിരുന്നു? എ ബിയുടെ ഓർഡർ m/p ആയിരുന്നു അല്ലെ? m/p. എ ബി എന്ന് പറയുന്നത് എന്താണ്? എയിലെ എലമെന്റ്സിനെ ബിയുടെ എലമെന്റ്സിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരുന്നു എ ബി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ എലമെന്റ്സ് എങ്ങനെയായിരിക്കും വരിക? abij എന്നാണ്. abij എന്നായിരിക്കും നമ്മളുടെ എലമെന്റ്സ് ഓഫ് എ ബി മെട്രിക്സ്. ഓക്കെ. എയുടെ എലമെന്റ്സ് ഇൻറ്റു ബിയുടെ എലമെന്റ്സ് abij എന്നായിരിക്കും എ ബിയുടെ എലമെന്റ്സ്.
അങ്ങനെയാണെങ്കിൽ എ ബി എം ബൈ പി എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എ ബി ഐ ജെ എം ബൈ പി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇക്കാര്യം എല്ലാവർക്കും മനസ്സിലായോ? എ എന്ന് പറയുന്ന മെട്രിക്സിലെ എലമെന്റ്സ് ആണ് എ ഐ ജെ, ബി എന്ന് പറയുന്ന മെട്രിക്സിലെ എലമെന്റ്സ് ആണ് ബി ഐ ജെ. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു ബി ആണ്. അങ്ങനെയാണെങ്കിൽ എ ബിയിലെ എലമെന്റ്സ് എന്തായിരിക്കും വരിക? എയിലെ എലമെന്റ്സ് ഇൻറ്റു ബിയിലെ എലമെന്റ്സ്. അതുകൊണ്ടാണ് നമുക്ക് എ ബി ഐ ജെ എന്ന് എഴുതിയിരിക്കുക. ഓക്കെ ആണല്ലോ. ഈ എ ബി ഐ ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബി ഐ ജെ ഈസ് ദി എലമെന്റ് ഓഫ് ദ ith റോ ആൻഡ് jth കോളം ഓഫ് എ ബി ആയിരിക്കും. എ ബി ഐ ജെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എലമെന്റ് ഓഫ് ith റോ ആൻഡ് jth കോളം ഓഫ് എ ബി മെട്രിക്സ്. ഓക്കെ, ദാറ്റ് എ ബി ഐ ജെ. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ ബി ഐ ജെ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എ ബി ഐ ജെ ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ ഒക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എ ബി ഐ ജെ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമുക്ക് ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എ ബി ഐ ജെ എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ith റോ ഓഫ് എ ഇൻറ്റു jth റോ ഓഫ് ബി ആണ് നമ്മൾ ചെയ്യുന്നത്. എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ എലമെന്റ് ആയ എ ബി ഐ ജെ എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ith റോ ഓഫ് എ ഇൻറ്റു jth റോ ഓഫ് ബി ആണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? എയുടെ ith റോയും ബിയുടെ jth കോളവും, സോറി ഇവിടെ കോളമാണ്, jth കോളവും ബിയുടെ jth കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തതാണ് നമ്മുടെ എ ബി ഐ ജെ. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും നോക്കാം. എ ബി ഈക്വൽ ടു എന്തായിരുന്നു? എ ബിയുടെ ഓർഡർ എന്താണ്? എം ബൈ പി ആണ് അല്ലെ? എം ബൈ പി ആയിട്ടുള്ള ഒരു മെട്രിക്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഫസ്റ്റ് എലമെന്റ് എന്താണ്? A11, സെക്കൻഡ് എലമെന്റ് A12, തേർഡ് A13 എക്സെട്ര. എത്ര കോളംസ് ആണുള്ളത്? P കോളംസ് ഉണ്ട് അല്ലെ? അത് ലാസ്റ്റ് എലമെന്റ് ഓഫ് ദി ഫസ്റ്റ് റോ എന്തായിരിക്കും? A1B. ഓക്കെ ആണല്ലോ. ഇത് സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് റോയുടെ A21, A22 എക്സെട്ര എത്ര വരെ വരും? A2P. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് റോ, നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു എം ആണല്ലേ? നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു എം ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റോ എന്തായിരിക്കും? AM1 ആയിരിക്കും അല്ലെ? AM1, AM2, പിന്നെ ലാസ്റ്റ് എലമെന്റ് എന്താണെന്ന് വരിക? AMB ആയിരിക്കും. ഇതായിരിക്കും നമ്മളുടെ എ ബി എന്ന് പറയുന്ന എ ബി എം ബൈ പി എന്ന് പറയുന്ന മെട്രിക്സ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കാം. ഓക്കെ ആണല്ലോ. ഇനി അതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ എ ഐ ജെ എന്ന് പറയുന്ന എലമെന്റ് എന്തായിരിക്കും? എ ഐ ജെ ഈക്വൽ ടു ith റോ ഓഫ് എ ഇൻറ്റു jth കോളം ഓഫ് ബി ആയിരിക്കും. അത് A11 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് റോ ഓഫ് എ ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് ദ ബി ആയിരിക്കും അല്ലെ? ഫസ്റ്റ് റോ എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ A11. അതേപോലെ ആണെങ്കിൽ A22 എന്തായിരിക്കും? A22 എന്ന് പറയുന്നത് എന്താണ്? എയുടെ സെക്കൻഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് A22. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ എന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഞാനൊരു മെട്രിക്സ് എടുക്കുകയാണ്. A ഈക്വൽ ടു 1 2 3 0 എടുക്കുന്നു. അതേപോലെ B ഈക്വൽ ടു 1 1 2 3 1 0 എന്നൊരു മെട്രിക്സ് എടുക്കും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് ഒന്ന് നോക്കാം. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താ? എയുടെ ഓർഡർ എത്രയാണ്? 2/2 ആണ്. ബിയുടെ ഓർഡർ എത്രയാണ്? 2/3 ആണ് അല്ലെ? 2/3. A into B എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? എ ബി എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് വിൽ ബി ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ആയിരുന്നു അല്ലെ? ഫസ്റ്റ് മെട്രിക്സ് ഏതാണ് ഇവിടെ? എ ആണ് അല്ലെ? എ ബി എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എയും സെക്കൻഡ് മെട്രിക്സ് ബിയും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് എന്താണ്? 2 ആണ്. സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ഏതാണ്? 2 ആണ്. അന്നേരം
2 equal to 2 ആണ്. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് കിട്ടിയിട്ട് അല്ലെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. എ ബി എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്കറിയാം എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ ഇട്ടാൽ നമുക്കറിയാം അല്ലെ. എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? ഏതായിരിക്കും? ഫസ്റ്റ് റോ ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ് ആയിരിക്കും. ഇതായിരിക്കും അല്ലെ. അങ്ങനെ ആകുമ്പോൾ എ ബിയുടെ ഓർഡർ എത്രയാണ്? 2/3 ആണ്. ഓക്കെ, എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബി 2/3 എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് എങ്ങനെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം? ഫസ്റ്റ് എലമെന്റ് ഏതായിരുന്നു? A11, സെക്കൻഡ് എലമെന്റ് A12, രണ്ട് റോയും 3 കോളമാണ് അല്ലെ. അത് A12 A13 വരെ ഉണ്ട്. ഇനി സെക്കൻഡ് റോ എഴുതാം. എന്താണ്? A21 A22 A23 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എങ്ങനെ ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. എ ബി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. എ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എയും ബിയും മൾട്ടിപ്ലിക്കേഷന് വേണ്ടി എഴുതുക. 1 2 3 0. ബി എന്താണ്? 1 1 2 3 1 0. ഓക്കെ, എയും ബി ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ഫസ്റ്റ് എലമെന്റ് എ ബി എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? A11 ആണ് അല്ലെ. A11 എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് റോ ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സും ഫസ്റ്റ് കോളം ഓഫ് ദി സെക്കൻഡ് മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് അല്ലെ. ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഈക്വൽ ടു എന്താ പറഞ്ഞത്? ആദ്യത്തെ മെട്രിക്സിന്റെ ആദ്യത്തെ റോ, ഇതല്ലേ ആദ്യത്തെ റോ. ഞാൻ വേറൊരു കളറിൽ കാണിക്കാം. ആദ്യത്തെ മെട്രിക്സിന്റെ ആദ്യത്തെ റോ. ഓക്കെ, രണ്ടാമത്തെ മെട്രിക്സിന്റെ ആദ്യത്തെ കോളം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക എന്നാ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവും ആണ്. ഓക്കെ, അങ്ങനെ നോക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റും ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 1 പ്ലസ് എന്താണ്? 2 into 3 ചെയ്യുക. 2 into 3. ഓക്കെ ആണോ? 1 into 1 പ്ലസ് 2 into 3 ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്തത് എന്താണ് നമുക്ക് വേണ്ടത്? A12 ആണ് അല്ലെ. A12 എന്ന് പറഞ്ഞ എലമെന്റ് ഏതാണ്? ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളവും ആണല്ലോ. അങ്ങനെയല്ലേ നമ്മൾ AIJ ഡിഫൈൻ ചെയ്തത്. A12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇതാണ് നമുക്ക് റോ വരുന്നത്. സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം ഇതാണ് അല്ലെ. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 into 1 പ്ലസ് 2 into 1. ഓക്കെ ആണോ? സെക്കൻഡ് എലമെന്റ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ A13 നമുക്ക് വേണം അല്ലെ. A13 എങ്ങനെയാ എഴുതുക? A13 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ തേർഡ് കോളവും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എങ്ങനെയാണ്? 1 into 2 പ്ലസ് 2 into 0. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലായല്ലോ. ഇനിയിപ്പോ നമുക്ക് സെക്കൻഡ് റോയിലെ ചെയ്യണം അല്ലെ. സെക്കൻഡ് റോയിലെ ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A21 ആണ്. 21 ചെയ്യാനായിട്ട് ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ്? 3 into 1 പ്ലസ് 0 into 3. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് എന്താണ്? നെക്സ്റ്റ് നമുക്ക് വേണ്ടത് A22 ആണ്. സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് റോയും ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളവും. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 into 1 പ്ലസ് 1 into 0. ഓക്കെ, 1 into 0. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വേണ്ടതാണ് A23 ആണ് അല്ലെ. A23 നമുക്ക് കണ്ടുപിടിക്കാം. A23ക്ക് വേണ്ടത് എന്താണ്? ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ തേർഡ് കോളവും. ഓക്കെ, അങ്ങനെ ഇത് തമ്മിലാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്ത് കിട്ടും?
3 into 2 plus 0 into 0. ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? നമ്മളിപ്പോ ചെയ്തത് എങ്ങനെയാണ്? AIJ എന്ന് പറയുന്ന മെട്രിക്സ് AIJ എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് മെട്രിക്സിലെ ith റോയും സെക്കൻഡ് മെട്രിക്സിലെ jth കോളം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തതാണ്. ആ പ്രൊസീജിയർ ആണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുന്നതല്ലേ നമ്മുടെ AB എന്ന് പറയുന്നത്. AB എന്ന് പറയുന്നത് ഇതിനെ സോൾവ് ചെയ്യുന്നതാണ്. നമുക്ക് സോൾവ് ചെയ്ത് ഇടാം. ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ വലിയ എക്സ്പാൻഡഡ് ഫോമിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലാത്തപ്പോ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ലെങ്തി ആക്കി എഴുതാതെ ഷോർട്ട് ആക്കി എഴുതി പോവാം കേട്ടോ. ഓക്കെ, 1 into 1 1 plus 2 into 3 equal to 6. നെക്സ്റ്റ് എന്താണ് 1 into 1 1 plus 2 into 1 1. നെക്സ്റ്റ് 1 into 2 2 plus 2 into 0 0. നെക്സ്റ്റ് സെക്കൻഡ് റോ ആവുമ്പോൾ 3 into 1 3 plus 3 into 0 0. 3 into 1 3 plus 1 into 0 0. Next 3 into 2 6 6 plus 0. Okay, ഇങ്ങനെയാണ് നമുക്ക് AB എന്ന മെട്രിക്സിന്റെ എലമെന്റ്സ് എന്താണ് വരുന്നത്? 7 2 2 3 3 6. ഓക്കെ, AB എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടിയത് എന്താണ്? 7 2 2 3 3 6 എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് AB കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് 2x2 മെട്രിക്സുകൾ തമ്മിലുള്ള ഇത് 2x2 ഇത് 2x3 മെട്രിക്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഓക്കെ ആണല്ലോ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലോട്ട് അടുത്തൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഞാനൊരു മെട്രിക്സ് എടുക്കാണ്. A equal to 1 0 2 3 2 1 0 0 1. ഓക്കെ, A എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണ്. B എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാൻ എടുക്കുന്നുണ്ട്. B equal to 3 1 4 3 1 4 2 0 1 1 2 3. ഓക്കെ, രണ്ട് മെട്രിക്സ് ഞാൻ എടുത്തു. ഇനിയിപ്പോ നമുക്ക് ചെക്ക് ചെയ്യാം ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ. AB എന്ന് പറയുന്ന മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ എന്ന് നോക്കാം. AB എയുടെ ഓർഡർ എത്രയാണ്? ഇത് 3/3 ആണ് അല്ലെ? 3/3 ആണ്. ഇവിടെ എന്താണ്? ഇത് 3/3 ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? 3 equal to 3 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഇനി ഓർഡർ ഓഫ് AB എന്തായിരിക്കും? 3/3 ആയിരിക്കും. ഓക്കെ, 3/3 ആയിരിക്കും ഓർഡർ ഓഫ് AB. 3/3 മെട്രിക്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, 3/3 മെട്രിക്സ് നമുക്ക് എങ്ങനെയാണ് AB എന്ന് പറയുന്ന 3/3 മെട്രിക്സ് നമുക്ക് എങ്ങനെയാ കിട്ടുക? A11 A12 A13 A21 A22 A23 A31 A32 A33 ഇങ്ങനെയാണല്ലേ? ഇങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എങ്ങനെ ചെയ്യാതെ നോക്കാം. ഞാൻ ഇത് മാറ്റാണേ. Equal to ഫസ്റ്റ് എലമെന്റ് A11 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? A11 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഏതൊക്കെയാ മൾട്ടിപ്ലൈ ചെയ്യുക? ഇവിടെ നമ്മൾ ചെയ്യാറ് ഇതാണ് അല്ലെ? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഫസ്റ്റ് എലമെന്റ് വിൽ ബി 1 into 1 നമുക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി പോകുന്നില്ല കേട്ടോ. നമുക്ക് ഇനി എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 1 into 3 plus 0 into 2 plus 2 into 1. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോ നമുക്ക് അടുത്ത എലമെന്റ് ഏതാണ്? A12 ആകുമ്പോ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളവും ആയിരുന്നല്ലേ വരണേ? സെക്കൻഡ് കോളം വരണം. അതാകുമ്പോ ഇതാണ് വരിക. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. എന്താണ്? 1 into 1 plus 0 into 0 plus 2 into 2. ഓക്കെ, സെക്കൻഡ് എലമെന്റ് നമുക്ക് കിട്ടി. ഇനി തേർഡ് എലമെന്റ് നോക്കാം. A13ക്ക് വേണ്ടി നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്? A13ക്ക് വേണ്ടി ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ തേർഡ് കോളവും. ഓക്കെ, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 1 into 4 plus 0 into 1 plus 2 into 3. ഓക്കെ, ഫസ്റ്റ് റോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് പോകാം.
സെക്കൻഡ് റോയിലേക്ക് പോകാം. സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോയിൽ എ ഫസ്റ്റ് എലമെന്റ് ഇതാണ് A21. A21 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളവും. ഓക്കെ ആണോ? അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 into 3 plus 2 into 2 plus 1 into 1. ഓക്കെ, നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? നെക്സ്റ്റ് എലമെന്റ് A22 അല്ലെ? A22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും വരണം. സെക്കൻഡ് കോളം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കാം. 3 into 1 plus 2 into 0 plus 1 into 2. ഓക്കെ, 1 into 2. ഇനി നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? A23 അല്ലെ? 23 ആകുമ്പോൾ എന്താണ്? A23 ആകുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിന്റെ തേർഡ് കോളവും. ഓക്കെ, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 into 4 plus 2 into 1 plus 1 into 3. ഓക്കെ ആണല്ലോ? അതിന് സെക്കൻഡ് റോയിൽ കഴിഞ്ഞു. ഇനി എന്താണ്? തേർഡ് റോ വേണം അല്ലെ? തേർഡ് റോയിൽ എന്തൊക്കെയാ വേണ്ടത്? തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? A31 ആണ് അല്ലെ? A31 വരുമ്പോൾ ഏതൊക്കെയാ എടുക്കുക? നമ്മള് ഇത് എഴുതാം, ഇതും വേണം. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 0 into 3 plus 2 into 0 plus 1 into 1. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് എലമെന്റ് A32 നമുക്ക് ഏതാണ് വേണ്ടത്? A32 നമുക്ക് വേണ്ടത് ഇത് രണ്ടുമാണ് അല്ലെ? A32 ഇത് തമ്മിൽ വേണം. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? 0 into 1 plus 0 into 0 plus 1 into 2. ഓക്കെ, ഈ ലാസ്റ്റ് എലമെന്റ് ഏതാണ്? A33 ആണല്ലോ? A33 എന്ന് പറയുന്ന എലമെന്റ് ഏതാണ്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് മെട്രിക്സിലെ തേർഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ തേർഡ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, അത് ഈക്വൽ ടു അതെന്തായിരിക്കും? 0 into 4 plus 0 into 1 plus 1 into 3. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ AB എന്ന് പറയുന്ന മെട്രിക്സ്. AB എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണ്? ഇതാണ് നമുക്ക് AB എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്താൽ മതിയല്ലോ. ഇത് നമുക്ക് സോൾവ് ചെയ്ത് എഴുതാം. ഓക്കെ, ഈക്വൽ ടു 1 into 3 ആണ്. 3 plus 0 into 0 plus 2 into 1 2. നെക്സ്റ്റ് എന്താണ്? 1 into 1 1 plus 0 plus 4. നെക്സ്റ്റ് 4 plus 0 plus 6. ഓക്കെ, ഇത് സെക്കൻഡ് റോ ആകുമ്പോൾ 9 plus 4 plus 1. നെക്സ്റ്റ് 3 plus 0 plus 2. നെക്സ്റ്റ് 12 plus 2 into 1 2 plus 1 into 3. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 0 plus 1. അടുത്തത് 0 plus 2. അടുത്ത ഏതാണ്? 0 plus 3. ഓക്കെ, 0 plus 3. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എന്താണ്? ഈക്വൽ ടു എന്താണ്? 5 then 10. അടുത്ത വരുന്നത് 14. നെക്സ്റ്റ് 5 then 17. നെക്സ്റ്റ് 1 2 and 3. ഓക്കെ, ഇതാണ് നമ്മളുടെ AB എന്ന് പറയുന്ന മെട്രിക്സ്. AB ഈക്വൽ ടു കിട്ടി. ഇതിന്റെ ഓർഡർ എത്രയാണ്? 3/3 ആണ്. ഓക്കെ, AB നമ്മൾ കണ്ടുപിടിച്ചല്ലോ. 3/3 മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ AB-ക്ക് ചെയ്തല്ലേ? സെയിം മെട്രിക്സ് Aക്കും Bക്കും വേണ്ടി നമുക്ക് BA എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഓക്കെ, Aയും Bയും സെയിം മെട്രിക്സിന് തന്നെ നമുക്ക് BA മൾട്ടിപ്ലിക്കേഷൻ ഒപ്പം നോക്കാം. BA മൾട്ടിപ്ലിക്കേഷൻ മുമ്പായിട്ട് അത് പോസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് മെട്രിക്സുകളുടെ ഓർഡേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം അല്ലെ? 3/3 ഇതെന്താണ്? 3/3 ആണ് അല്ലെ? 3/3 ആണ്. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് BA എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. BA നമുക്ക് പോസിബിൾ ആണ്. BAയുടെ ഓർഡർ എത്രയാണ്? 3/3 ആണ്. ഓക്കെ ആണല്ലോ? BAയുടെ ഓർഡർ 3/3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം അല്ലെ? ഏതാണ്? നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ BA നോക്കാം. BAയുടെ എലമെന്റ് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എലമെന്റ് ഏതാണ്? Aij, A11, A12, A13. അങ്ങനെയാണല്ലോ. സെക്കൻഡ് എലമെന്റ് A21, A22, A23. then തേർഡ് റോ A31, A32, A33 ആണ്.
ഫസ്റ്റ് ലെവൽ നോക്കാം. ഏതാണ്? ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലെ. എന്താണ്? ഏതൊക്കെയാണ്? ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അല്ലെ. ആണല്ലോ. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഈക്വൽ ടു എന്താണ് വരിക? എന്താണ്? 1 into 1. ഇത് എഴുതണോ? ഇത് ഓരോ തവണയായിട്ട് എഴുതണോ? ഒന്നുകൂടെ എഴുതാം അല്ലെ. ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് എഴുതാം. 1 into 1 plus 0 into 3 plus 2 into 0. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഏതാണ് നെക്സ്റ്റ് വരുന്നത്? നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റോയും ഈ ഒരു കോളവും വരണം അല്ലെ. ഈ ഒരു കോളവും വരണം. ഈ ഒരു റോയും ഈ ഒരു കോളവും വരികയാണ് ചെയ്യേണ്ടത്. അതെന്താണ് വരുന്നത്? 1 into 0 plus 0 into 2 plus 2 into 0. ഓക്കെ. ഇനി അടുത്ത ഏതൊക്കെയാ വരിക? ഈ ഒരു റോയും കോളം ഏതാണ്? ഈ ഒരു കോളവും വരണം. ഓക്കെ ആണോ? ആ ഒരു കോളം വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് പറയാം. ഓക്കെ. എന്താണ് വരിക? 1 into 2 plus 0 into 1 plus 2 into 1. ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് റോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സെക്കൻഡ് റോ കിട്ടാൻ നോക്കാം അല്ലെ. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് ലെവലാണ് A21 ആണ് അല്ലെ. A21 വേണ്ടി എന്തൊക്കെ വേണം? ഈ ഒരെണ്ണം വേണം. അതെ, നമുക്കിനി സെക്കൻഡ് റോയിലെ എലമെന്റ്സിനെ കുറിച്ച് നോക്കാം. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? A21 ആണ് അല്ലെ. A21 വേണ്ടി നമുക്ക് ഏതൊക്കെ വേണം? ഇത് വേണം, അതേപോലെ തന്നെ ഇതും വേണം. ഓക്കെ. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എന്താണ്? 3 into 1 plus 2 into 3 plus 1 into 0. ഓക്കെ ആണോ? അടുത്ത ഏതാണ് നമുക്ക് വേണ്ടത്? അടുത്ത നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്? ഇത് രണ്ടുമാണ് അല്ലെ. ഇത് തമ്മിൽ വേണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 into 0 plus 2 into 2 plus 1 into 0. ഓക്കെ. നെക്സ്റ്റ് എലമെന്റ് ഏതാണ് നമുക്ക് വേണ്ടത്? നെക്സ്റ്റ് എലമെന്റ്സ് നമുക്ക് വേണ്ടത് ഇത് രണ്ടുമാണ് അല്ലെ. ഇത് രണ്ടുമാണ് വരേണ്ടത്. എന്താണ് നമുക്ക് കിട്ടുക? 3 into 2 plus 2 into 1 plus 1 into 1. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് തേർഡ് റോ വേണം. തേർഡ് റോയിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് മെട്രിക്സിലെ തേർഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളവുമാണ് ഫസ്റ്റ് എലമെന്റ്. നമുക്ക് എഴുതാം. 0 into 1 plus 0 into 3 plus 1 into 0. ഓക്കെ. നെക്സ്റ്റ് എലമെന്റ് നമുക്ക് ഏതൊക്കെ വേണം? നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 into 0 plus 0 into 2 plus 1 into 0 ആണ്. ഓക്കെ. ഇനി ലാസ്റ്റ് എലമെന്റ് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്? ലാസ്റ്റ് എലമെന്റിന് വേണ്ടി നമുക്ക് ഇത് രണ്ടുമാണ് വേണ്ടത്. ഓക്കെ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 into 2 plus 0 into 1 plus 1 into 1. അങ്ങനെ നമ്മൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കഴിയാറായി. നമുക്കിതിനെ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ. സോൾവ് ചെയ്യാം. ഈക്വൽ ടു എത്ര കിട്ടാം? 1 plus 0 plus 0. നെക്സ്റ്റ് എന്താണ്? 0 plus 0 plus 0. then 2 plus 0 plus 2. പിന്നീട് എന്താണ്? 3 plus 6 plus 0. പിന്നെ 0 plus 4 plus 0. പിന്നീട് എന്താണ്? 6 plus 2 plus 1. and ലാസ്റ്റ് റോ ഏതാണ്? 0 plus 0 plus 0. പിന്നീട് അടുത്ത എലമെന്റ് 0 plus 0 plus 0 ആണ്. and the last element is 0 plus 0 plus 1. ഓക്കെ. ഇതാണ് നമ്മുടെ മാട്രിക്സ്. ഈക്വൽ ടു എന്ത് കിട്ടും? 1 0 4 9 4 9 0 0 1. ഓക്കെ. ഇതായിരിക്കും നമ്മുടെ മാട്രിക്സ്. ഓക്കെ ആണല്ലോ. നമുക്കങ്ങനെ ബി എയുടെ വാല്യൂ കിട്ടി. ബി എ ഈക്വൽ ടു എന്താണ്? 3/3 മെട്രിക്സ് ആണ്. ബി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3/3 മെട്രിക്സ് കണ്ടു. ഓക്കെ. ഇപ്പൊ നമ്മള് എയുടെയും ബിയുടെയും വാല്യൂസ് സെയിം ആയി വെച്ചുകൊണ്ട് എ ബി കണ്ടു, ബി എ കണ്ടു അല്ലെ. എ ബിയും ബി എ നമ്മള് ഒരേ എക്കും ബിക്കും വേണ്ടി നമ്മൾ കണ്ടു. അങ്ങനെ നമുക്ക് നോക്കാം. എ ബിയുടെ വാല്യൂ ഈക്വൽ ടു ബി എ ആണോ നോക്കിക്കേ ഒന്ന്. എ ബി ഈക്വൽ ടു ബി എ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
അല്ല അല്ലെ, എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ്. എ ബിയും ബി എ ഈക്വൽ ആയിട്ടല്ല നമുക്ക് കിട്ടിയിരുന്നത്. എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ്. എന്നിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു വരേണ്ടത്? എ ബി ഈക്വൽ ടു ബി എ എന്നായിരുന്നു വരേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ എങ്ങനെയായിട്ടത്? എ ബി നോട്ട് ഈക്വൽ ടു ബി ആണ്. therefore not commutative. ഓക്കെ ആണല്ലോ. Okay, next we are going to discuss the properties of matrix multiplication. Okay, first property of matrix multiplication is not commutative. Generally we can say that matrix multiplication is not commutative. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലായി അല്ലെ. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മൾ ചെയ്തപ്പോൾ എ ബി നോട്ട് ഈക്വൽ ടു ബി എന്ന് കിട്ടി. എന്നാൽ നമുക്ക് അതിനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ ആണല്ലോ. എ ബി നോട്ട് ഈക്വൽ ടു ബി എ കമ്മ്യൂട്ടേറ്റീവ് അല്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് അസോസിയേറ്റിവിറ്റി. ഓക്കെ, അസോസിയേറ്റിവിറ്റി എന്താ നമുക്ക് അറിയാം അല്ലെ. നമുക്ക് അഡിഷന്റെ കേസിൽ നമ്മൾ അസോസിയേറ്റിവിറ്റി കണ്ടതാണ്. എന്തായാലും എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ആയിരുന്നു അല്ലെ അഡിഷൻ കേസിൽ. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലുള്ള അസോസിയേറ്റിവിറ്റി ആണ് എ ഇൻറ്റു ബി സി ഈസ് ഈക്വൽ ടു എ ബി ഇൻറ്റു സി. ഓക്കെ, അസോസിയേറ്റിവിറ്റി മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മെട്രിക്സ് അഡിഷൻ. ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മെട്രിക്സ് അഡിഷൻ എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മെട്രിക്സ് അഡിഷൻ ആണ്. നോക്കാം, ഇവിടെ എ എന്ന് പറയുന്നത് എ ബി സി എന്ന 3 മെട്രിക്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ എയെ നമ്മൾ ബി പ്ലസ് സിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതിനെ നമുക്ക് എയെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അകത്തോട്ട് കൊടുക്കാം. എ ബി പ്ലസ് എ സി എന്ന് എഴുതാം. ഇതിനെ നമുക്ക് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കാണ്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ടാണ് മെട്രിക്സിനെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എ സി പ്ലസ് ബി സി എന്നാക്കാം. ഓക്കെ, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മെട്രിക്സ് അഡിഷൻ തേർഡ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർത്ത് പ്രോപ്പർട്ടി ആണ് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഫോർ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിന്റെ കേസാണ്. സ്ക്വയർ മെട്രിക്സിന് മാത്രമായിട്ടുള്ള ഒരു എന്താണ് പ്രോപ്പർട്ടി ആണ് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ. നമുക്ക് നമ്പേഴ്സിന്റെ കേസില് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താണെന്ന് അറിയാം. ഞാനൊരു നമ്പർ 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 എന്ന് പറയുന്ന നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി നമ്മൾ എങ്ങനെയായിരുന്നു അറിയുന്നത്? ആ നമ്പറിന്റെ കൂടെ വേറൊരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു നമ്പറിലൂടെ വേറൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെയിം നമ്പർ തന്നെ കിട്ടണം അല്ലെ. സെയിം നമ്പർ തന്നെ കിട്ടണം. ഇവിടെ ഇപ്പൊ ഈ കേസിലാണെങ്കിൽ എങ്ങനെയാണ്? 5ന്റെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 തന്നെ കിട്ടണം. ഏതായിരിക്കും? 5ലൂടെ ഏത് നമ്പറെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടുക? അത് 1 ആണ് അല്ലെ. 5 ഇൻറ്റു 1 ആണ്. നമുക്ക് 5 കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ 1നെ എന്ത് പറയാൻ പറ്റും? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഓഫ് 5. ഐഡന്റിറ്റി ഓഫ് 5. ഓക്കെ, 5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ് 1 എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഇങ്ങനെയാണ് നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഇനിയിപ്പോ നമുക്ക് മെട്രിക്സിന്റെ കേസിലോട്ട് നോക്കാം. മെട്രിക്സിന്റെ കേസിൽ എടുക്കുമ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഞാൻ എടുക്കുകയാണ്. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഞാൻ എടുക്കുകയാണെങ്കിൽ എയുടെ കൂടെ ഒരു മെട്രിക്സ് ഏതോ ഒരു മെട്രിക്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടണം. എയുടെ കൂടെ ഏതോ ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടണം. അത് ഏത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എ തന്നെ കിട്ടുക? നമുക്കറിയാം അല്ലെ. ഏത് മെട്രിക്സ് ആണ്? ഐഡന്റിറ്റി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് എ തന്നെ കിട്ടുള്ളൂ. ഐഡന്റിറ്റി മെട്രിക്സ് നമുക്കറിയാലോ എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ടൈപ്സ് ഓഫ് മെട്രിക്സിൽ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഡയഗണൽ എലമെന്റ്സ് 1 ആയിട്ട് വരുന്നതും ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം 0 വരുന്നതുമായ മെട്രിക്സുകളെയായിരുന്നു നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. നമുക്കാണെങ്കിൽ 2x2 കേസിലെ ഐഡന്റിറ്റി മെട്രിക്സ് ഏതായിരുന്നു? 1 0 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ 3x3 കേസിലെ ഐഡന്റിറ്റി മെട്രിക്സ് ഏതാണ്? 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, I is the multiplicative identity അല്ലെ. ഇവിടെ A into I equal to എന്താണ്? Equal to I into A എന്ന് തന്നെ നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. അങ്ങനെ I എന്ന് പറയുന്നതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഓഫ് ദി മെട്രിക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഫോർ സ്ക്വയർ മെട്രിക്സ്. അല്ലെ, സ്ക്വയർ മെട്രിക്സിന് മാത്രമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്.
ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ് നമുക്ക് നോക്കാം അല്ലെ. നമ്പേഴ്സിന്റെ കേസിൽ നമുക്ക് നോക്കാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന്. ഞാൻ ഒരു നമ്പർ 2 എടുക്കാണ്. ഓക്കെ, 2 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 2ന്റെ കൂടെ ഏതോ ഒരു നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടണം അല്ലെ. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഏതായിരുന്നു? നമ്മളിപ്പോ പറഞ്ഞായിരുന്നു നമ്പേഴ്സിന്റെ കേസിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? 2യിലൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. ഓക്കെ, 2യിലൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുക? 2ന്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക അല്ലെ. 2ന്റെ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ 1/2 നമ്മൾ എന്തായിരുന്നു പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ നമുക്ക് മനസ്സിലായി. ആ നമ്പറിലൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മെട്രിക്സിന്റെ കേസിലോട്ട് നമുക്ക് നോക്കാം. മെട്രിക്സിന്റെ കേസിൽ ഞാനൊരു മെട്രിക്സ് എടുക്കുകയാണ്. എ എന്നൊരു പറഞ്ഞ മെട്രിക്സ് എടുക്കുകയാണ്. എനിക്ക് ഈ മെട്രിക്സിന്റെ കൂടെ നമ്മുടെ ഏതൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിട്ടുള്ള ഐ കിട്ടുക. എയുടെ കൂടെ ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐ എന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടണം. അങ്ങനെ ചെയ്യുന്ന ആ മെട്രിക്സ് ആണ് എ ഇൻവേഴ്സ്. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെയാണ് നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എ ഇൻവേഴ്സ്. ഓക്കെ ആണോ? എ ഇൻവേഴ്സ് ആണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് നമുക്ക് എഴുതാം. എയുടെ ഇൻവേഴ്സിനെയാണ് നമ്മൾ എ ഇൻവേഴ്സ് എന്ന് പറയാം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് ഓഫ് എ. ഓക്കെ ആണല്ലോ. അതായത് നമ്മുടെ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് പോകാം. അടുത്ത പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഈ ആറാമത്തെ പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ എന്താണ് ഓർഡർ എന്ന് പറയുന്നത് m/n ആയിരിക്കണം. m/n ആണ് നമ്മളുടെ ഓർഡർ. ഓർഡർ ഓഫ് ദ മെട്രിക്സ് ഈസ് m/n. ഓക്കെ, അങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഈ പ്രോപ്പർട്ടി നോക്കാം. im into a. im into a. im എന്ന് വെച്ചാൽ എന്താണ്? ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഐ. im എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? im എന്ന് ഉദ്ദേശിക്കുന്നത് m/m മെട്രിക്സിനെയാണ്. ഐഡന്റിറ്റിയുടെ ഓർഡർ m/m ആവുന്ന ഐഡന്റിറ്റി മെട്രിക്സിനെയാണ് im കൊണ്ട് ഉദ്ദേശിക്കുന്നത്. im എന്ന് പറഞ്ഞാൽ എന്താണ്? im എന്ന് പറഞ്ഞാൽ m/m ഐഡന്റിറ്റി മെട്രിക്സിനെയാണ് im എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ im/m into a എന്നല്ലേ നമുക്ക് എഴുതാം. എയുടെ ഓർഡർ ഏതാണ്? m/n അല്ലെ. m/n ആണ്. m/n ആണെങ്കിൽ ഐയും ഐ എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പോസിബിൾ ആണ് അല്ലെ. കാര്യം എന്താണ്? നമ്പർ ഓഫ് കോളംസ് ഓഫ് ഐ ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് എ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ im എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പോസിബിൾ ആണ്. അത് ഒരു എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സിന്റെ കൂടെ ഐഡന്റിറ്റി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏതാണ് കിട്ടുക? എ തന്നെയാണല്ലേ കിട്ടുക. അതാണ് നമ്മൾ ഈക്വൽ ടു എ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് നോക്കിക്കേ. എ ഇൻറ്റു ഐ എൻ ഈക്വൽ ടു നോക്കാം. എ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർഡർ എത്രയാണ്? m/n ആണ് അല്ലെ. m/n ആണ് ഓർഡർ. ഐ എൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? n/n ആണ്. ഓക്കെ, n/n ആണ്. ഇവിടെ നോക്കാം. എയുടെ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു ഐയുടെ നമ്പർ ഓഫ് റോസ് ആണ്. അതുകൊണ്ട് തന്നെ in എന്ന് പറയുന്ന ആ മെട്രിക്സ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ്? ഒരു ഐഡന്റിറ്റി മെട്രിക്സിന്റെ കൂടെ ഏതൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. ഈക്വൽ ടു എ കിട്ടും. ഓക്കെ, ഈ എയുടെ ഓർഡർ എന്തായിരിക്കും വരിക? ഇതല്ലേ എയുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ എന്താണ് സെയിം ഓർഡർ തന്നെയാണ് വരുന്നത് അല്ലെ. m/n. ഓക്കെ ആണല്ലോ. ഇവിടെയും m/n തന്നെയാണ് വരുന്നത്. അന്നേരം നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കിയത്?
എ എം ബൈ എൻ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എ തന്നെ കിട്ടും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്നാണ്. ഏതൊരു മെട്രിക്സിന്റെ കൂടെയും ഐഡന്റിറ്റി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെട്രിക്സ് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് സീറോ മെട്രിക്സ് ഈസ് അഗൈൻ എ സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്താണെന്ന് അറിയാം അല്ലെ? സീറോ മെട്രിക്സിനെ തന്നെയാണ് നമ്മൾ നൾ മെട്രിക്സ് എന്ന് പറഞ്ഞിരുന്നത്. നൾ മെട്രിക്സോ സീറോ മെട്രിക്സ് എല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ എൻട്രീസും സീറോ ആയിട്ടുള്ള ഒരു മെട്രിക്സിനെയാണ് സീറോ മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു മെട്രിക്സിന്റെ കൂടെ സീറോ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. ഓക്കെ, അതിനായിട്ട് ഞാൻ എ എം ബൈ എൻ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഞാൻ എടുക്കാം. എ എം ബൈ എൻ. ഓക്കെ, എ എം ബൈ എൻ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഞാൻ എടുക്കുന്നു. ആ മെട്രിക്സിനെ ഞാൻ ഒരു സീറോ മെട്രിക്സ് ആയ സീറോ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിന്റെ ഓർഡർ എന്താണ്? എൻ ബൈ പി ആണ്. ഓർഡർ എന്താണ്? എൻ ബൈ പി ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ഒ അല്ലെ എ ഇൻറ്റു സീറോ മെട്രിക്സ് എന്ന് പറയുന്നത് ഏതാണ്? സീറോ മെട്രിക്സ് തന്നെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സീറോ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും വരിക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. പോരാന് നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ഓഫ് ദാറ്റ് മെട്രിക്സ്. ഓർഡർ ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഏതാണ്? നമ്പർ ഓഫ് റോസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ബൈ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ് ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഓർഡർ എന്തായിരിക്കും? ഓർഡർ ഓഫ് സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് റോസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ബൈ നമ്പർ ഓഫ് കോളംസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. അതാണ് എം ബൈ പി എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ കേസിലും സീറോ മെട്രിക്സ് ഇൻറ്റു എ മെട്രിക്സ് ഇസ് ഈക്വൽ ടു സീറോ മെട്രിക്സ് തന്നെ ആയിരിക്കും. അതിന്റെ ഓർഡർ എങ്ങനെയാണത്? പി ബൈ എൻ എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പ്രോപ്പർട്ടിയാണ്. ഏതൊരു മെട്രിക്സിനെ സീറോ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ തന്നെ കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? ഇത് ഇപ്പൊ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ പ്രോപ്പർട്ടി ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഒരു മെട്രിക്സ് കിട്ടും. രണ്ടാമത് പറഞ്ഞതാണ് ഏതൊരു മെട്രിക്സിനെ സീറോ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ മെട്രിക്സേ കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ? Next we are moving to another property. The product of two matrices can be null matrix while neither of them is null matrix. എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ മെട്രിക്സ് കിട്ടുന്നു എന്നതിന്റെ അർത്ഥം ഒരിക്കലും അതിൽ ഏതെങ്കിലും ഒരു മെട്രിക്സ് സീറോ ആവണമെന്നല്ല. ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ രണ്ട് മെട്രിക്സുകൾ എടുത്തു. എയും ബിയും ഞാൻ രണ്ട് മെട്രിക്സുകൾ എടുത്തു. ഓക്കെ, എ ബി ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് does it implies എ ഈക്വൽ ടു സീറോ എന്നും ബി ഈക്വൽ ടു സീറോ എന്നുമാണ്. ഓക്കെ, എന്താണ്? എ ബി രണ്ട് മെട്രിക്സുകൾ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം ഒരിക്കലും എ ഈക്വൽ ടു സീറോ ഒന്നും അല്ല, ബി ഈക്വൽ ടു സീറോ ഒന്നും അല്ല. എയും ബിയും സീറോ മെട്രിക്സുകൾ അല്ലാതെ തന്നെ എ ബി ചില കേസുകൾ എ ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 0 1 0 3 ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് 5 3 0 0 0 ആണ്. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എ ബി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എ ബി എ ഇൻറ്റു ബി എങ്ങനെയാണ്? 0 1 0 3 ഇൻറ്റു 5 3 0 0. നമുക്ക് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. എന്തായിരുന്നു? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ആദ്യത്തെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആണ്. 0 into 5 plus 1 into 0. ഓക്കെ, രണ്ടാമത് എന്താണ്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഓക്കെ, 0 into 3 plus 0 into 1. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എങ്ങനെയാണ്? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലെ? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ആണ്. 0 into 5 plus 3 into 0. നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? A22 അല്ലെ? A22 എന്ന് വെച്ചാൽ എന്താണ്? സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആണ്. 0 into 3 plus 3 into 0. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്താണ് നോക്കിക്കേ? ഈക്വൽ ടു 0 0 0 0 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ? ഇവിടുത്തെ കേസ് നോക്കി. എ ഈക്വൽ ടു 0 1 0 3 ആണ്. ബി ഈക്വൽ ടു 5 3 0 0 ആണ്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് എ ബി ഈക്വൽ ടു 0 0 0 0. എന്താണ്? സീറോ മെട്രിക്സ് ആണ്.
ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലെ എയും ബിയും നോൺ സീറോ മെട്രിക്സുകളാണ്. പക്ഷെ നമുക്ക് പ്രോഡക്റ്റ് എടുത്തപ്പോൾ എ ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എടുത്തപ്പോൾ നമുക്ക് സീറോ മെട്രിക്സ് കിട്ടി. ഓക്കെ ആണല്ലോ. രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് ഈക്വൽ ടു സീറോ ഡസ് ഇറ്റ് ഇംപ്ലൈസ് ആ ഓരോ മെട്രിക്സുകൾ ഈക്വൽ ടു സീറോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകാം. a plus b the whole square. a plus b the whole square നമ്മളെല്ലാം കേട്ട ഒരുപാട് പരിചയമുള്ള ഒരു ഐഡന്റിറ്റി ആണ് അല്ലേ. a plus b the whole square. നമുക്ക് നമ്പേഴ്സിന്റെ കേസിൽ നമുക്ക് നോക്കുമ്പോൾ a plus b the whole square equal to നമുക്കറിയാം എന്തായിരുന്നു a square plus b square plus 2ab ആണ് അല്ലേ. അങ്ങനെയാണ് നമുക്ക് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ നോക്കാം. ഓക്കെ, a plus b the whole square നമുക്ക് അതേപോലെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. a plus b the whole square നമുക്ക് എങ്ങനെ എഴുതാം? a plus b into a plus b അല്ലെ. a plus b into a plus b എഴുതത്തില്ലേ? a plus b into a plus b ആണ് a plus b the whole square. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അപ്പത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. a into a സ്ക്വയർ വരും. a സ്ക്വയർ പ്ലസ് ab പ്ലസ് ba പ്ലസ് b സ്ക്വയർ. ഓക്കെ ആണല്ലോ. നമ്മളിപ്പോ നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ ചെയ്യുമ്പോ എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്തായിരുന്നു നമ്മൾ എഴുതുന്നത്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ എന്നായിരുന്നല്ലേ എഴുതാൻ. പിന്നെ മെട്രിക് നമ്പേഴ്സിന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എ ബി എന്നാക്കുമായിരുന്നു അല്ലെ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ നമ്മൾ ആക്കുമായിരുന്നു ആണല്ലോ. ഇവിടെ എന്താണ് നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു അല്ലെ. നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എഴുതാറുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് അല്ല. എന്തായിരുന്നു? എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ്. എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 2ab എന്ന് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോപ്പർട്ടി എന്താണ്? a പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. ഓക്കെ ആണല്ലോ. a പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അതേപോലെ തന്നെയാണ് നമുക്ക് അടുത്തൊരു ഐഡന്റിറ്റി വരുന്നത് a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. ഇതേപോലെ തന്നെയല്ലേ a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എന്താണ്? a മൈനസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. a മൈനസ് ബി ഇൻറ്റു a മൈനസ് ബി ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? a സ്ക്വയർ മൈനസ് ബി എ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ആണ് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമുക്ക് നമ്പേഴ്സിന്റെ കേസിൽ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്തായിരുന്നു നമുക്ക് അറിയാം അല്ലെ. ഇതൊരു ഐഡന്റിറ്റി ആണ്. ഏത് ഐഡന്റിറ്റി ആയിരുന്നു? ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഒരു ഐഡന്റിറ്റി ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അങ്ങനെ എഴുതാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല അല്ലെ. നോക്കാം, എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെയാണ്? എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി എ മൈനസ് ബി സ്ക്വയർ. ഓക്കെ അല്ലേ. ഇവിടെ നമുക്ക് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതിനെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ ഒക്കത്തില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെ ഇപ്പൊ നമ്മള് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ 9 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആദ്യം പഠിച്ചത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. രണ്ടാമത് പഠിച്ചത് അസോസിയേറ്റിവിറ്റി. മൂന്നാമത് പഠിച്ചത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ഓർ അഡിഷൻ ആയിരുന്നു. നാലാമത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. ഫിഫ്ത് വൺ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിരുന്നു. സിക്സ്ത് വൺ ഏതായിരുന്നു? സിക്സ്ത് വൺ നമ്മൾ പഠിച്ചത് സീറോ മെട്രിക്സ്. ഏതൊരു മെട്രിക്സിനെ സീറോ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ മെട്രിക്സ് തന്നെ കിട്ടും. അടുത്ത പഠിച്ചത് എന്തായിരുന്നു? ഐഡന്റിറ്റി മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെ കിട്ടും. പിന്നീട് നമ്മൾ പഠിച്ചിട്ടുള്ളത് രണ്ട് മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ കിട്ടുന്നുണ്ട്. അത് ഡസ് നോട്ട് ഇംപ്ലൈസ് എന്താണ്? എ ഈക്വൽ ടു സീറോ ആണ്, ബി ഈക്വൽ ടു സീറോ ആണ്. ഡസ് ഇറ്റ് ഇംപ്ലൈസ് ആണ്, അത് ഓർത്തിരിക്കുക. പിന്നീട് നമ്മൾ പഠിച്ചത് ഈ ഐഡന്റിറ്റീസിലൂടെയാണ്. ഓക്കെ ആണല്ലോ. We are going to solve some problems related to matrix multiplication. Okay, the first question is, if A equal to 1 minus 2 3 minus 4 2 5 and B equal to 2 3 4 5 2 1, then find AB and BA and show that AB not equal to B.
ഓക്കെ, എയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എ ബിയും കണ്ടുപിടിക്കണം, ബി എയും കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. നമുക്ക് എ ബി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? എയും ബിയും എഴുതുക. ഓക്കെ, എ ബി ഈക്വൽ ടു 1 - 2 3 - 4 2 5 ഇൻറ്റു ബി 2 3 4 5 2 1. ഓക്കെ, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ എന്ന് അറിയാനായിട്ട് അതിന്റെ ഓർഡേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. ആണല്ലോ, ഓർഡേഴ്സ് ചെക്ക് ചെയ്യാനായിട്ട് എയുടെ ഓർഡർ എത്രയാണ് വരിക? 2/3 ആണല്ലോ. ബിയുടെ ഓർഡർ എത്രയാണ് വരിക? 3/2. ഓക്കെ, 3/2 2/3 ആണ്. നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി ആണ്. അതുകൊണ്ട് തന്നെ എ ബി എന്ന് പറയുന്ന മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലെ, A11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2 2 -2 × 4 -8 3 × 2 6. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അല്ലെ. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആകുമ്പോൾ 1 × 3 3 -2 × 5 -10 and 3 × 1 = +3. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് വരിക? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലെ. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യാം. -4 × 2 = -8 2 × 4 = 8 and 5 × 2 which gives 10. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്? സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആണ് അല്ലെ. സെക്കൻഡ് റോ സെക്കൻഡ് കോളം വരുമ്പോൾ -4 × 3 -12. ഓക്കെ അല്ലെ. 2 × 5 +10 and 5 × 1 = 5. ഓക്കെ ആണല്ലോ. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 2 + 6 = 8 -8 = 0. Then 3 + 3 = 6 വരും. 6 - 10 = -4 വരും. Then ഇവിടെ 8 കട്ടായി പോയി, ബാക്കി 10 വരും. ഇനി ഇവിടെ എന്താണ്? -12 10 ആഡ് ചെയ്യുമ്പോൾ -2 കിട്ടും. -2 + 5 3 ആണ്. ഓക്കെ, നമുക്ക് എ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബി എ എന്ന് പറഞ്ഞ മെട്രിക്സുകളെ കണ്ടുപിടിക്കണം അല്ലെ. ബി എ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മെട്രിക്സുകൾ എഴുതാം. ബി എ എന്ന് പറഞ്ഞ മെട്രിക്സ് നോക്കാം. ബി ഏതാണ്? 2 3 4 5 2 1 1 -2 3 4 -4 2 5. ഓക്കെ ആണല്ലോ. ഈ ബി എ എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണ്? ഓർഡേഴ്സ് തമ്മിൽ നോക്കാം. ഓർഡേഴ്സ് എന്താണ്? ഇതിന്റെ ഓർഡർ എന്താണ്? 3/2 ആണ്. ഇതിന്റെ ഓർഡർ എന്താണ്? 2/3 ആണ്. നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ആണ്. അതുകൊണ്ട് തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി എ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലെ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം വരുമ്പോൾ 2 × 1 2 + 3 × -4 which gives -12. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഏതാണ്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം which equal to 2 × -2 -4 3 × 2 which gives 6 + 6. ഓക്കെ, അടുത്ത ഏതാണ്? ഫസ്റ്റ് റോ തേർഡ് കോളം അല്ലെ. ഫസ്റ്റ് റോ തേർഡ് കോളം ആകുമ്പോൾ 2 × 3 = 6 + 3 × 5 = 15. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് റോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണുള്ളത്? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലെ. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ആകുമ്പോൾ 4 × 1 which gives 4 and 5 × -4 which equal to -20. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഏതാണ്? സെക്കൻഡ് റോ സെക്കൻഡ് കോളം അല്ലെ. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആകുമ്പോൾ 4 × -2 എന്താണ്? -8 5 × 2 = +10. ഇനി അടുത്ത നമ്പർ ഏതാണ്? സെക്കൻഡ് റോ തേർഡ് കോളം ആണ്. സെക്കൻഡ് റോ തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 3 = 12 + 5 × 5 = 25. ഓക്കെ, റോ എന്താ വരുന്നത് നോക്കാം. തേർഡ് റോയിൽ എന്താണ് വരുന്നത്? തേർഡ് റോ ഫസ്റ്റ് കോളം അല്ലെ. തേർഡ് റോ ഫസ്റ്റ് കോളം വരുമ്പോൾ 2 × 1 2 തരും + 1 × -4 which equal to -4. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? തേർഡ് റോ സെക്കൻഡ് കോളം 2 × -2 = -4 and 1 × 2 = 2. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ലാസ്റ്റ് എലമെന്റ് എന്താണ്? തേർഡ് റോ തേർഡ് കോളം ആണ്. 2 × 3 = 6 and 1 × 5 = 5. ഓക്കെ,
which equal to എന്താ കിട്ടുക 2 minus 12 2 minus 12 equal to minus 10 minus 4 plus 6 equal to 2 6 plus 15 equal to 21 4 minus 20 which equal to minus 16 minus 8 plus 10 equal to 2 12 plus 25 which equal to 37 2 minus 4 which equal to minus 2 and minus 4 plus 2 which gives minus 2 and the last number 6 plus 5 equal to 11. Okay. നമുക്ക് അന്നേരം BA കിട്ടിയിട്ടുണ്ട്. BA കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം AB യുടെ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്, BA യുടെ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. AB എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? ഒരു 2/2 മെട്രിക്സ് ആണ് അല്ലേ. ഇവിടെ നോക്കിയേ BA ഏതാണ്? ഒരു 3/3 മെട്രിക്സ് ആണ്. അന്നേരം നമുക്ക് എന്ത് പറയാൻ പറ്റും? AB നോട്ട് ഈക്വൽ ടു BA ആണ്. ഓക്കെ ആണല്ലോ, നമ്മളോട് ഷോ ചെയ്യാനല്ലേ പറഞ്ഞിരുന്നത്. AB നോട്ട് ഈക്വൽ ടു BA. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. If A equal to cos theta sin theta minus sin theta cos theta, then prove that A square equal to cos 2 theta sin 2 theta minus sin 2 theta and cos 2 theta. ഓക്കെ ആണല്ലോ, നമുക്ക് A തന്നിട്ടുണ്ട്, നമുക്ക് A square equal to ഈ ഒരു മെട്രിക്സ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, A square എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? A square എന്ന് പറഞ്ഞാൽ A into A ആണ് A square. A square equal to A into A. അങ്ങനെയാണെങ്കിൽ നമുക്ക് A നെ രണ്ടു വട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, നമ്മൾക്ക് ചെയ്ത് നോക്കാം. A എന്ന് വെച്ചാൽ cos theta sin theta minus sin theta cos theta. ഓക്കെ, ആദ്യത്തെ A എഴുതി, ഇനി രണ്ടാമത്തെ A cos theta sin theta minus sin theta cos theta. ഓക്കെ, ഇനി നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആകുമ്പോൾ കോസ് ഇൻറ്റു കോസ്, കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ ആണല്ലോ. സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അല്ലെ, കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, കോസ് തീറ്റ സൈൻ തീറ്റ. അടുത്തത് എന്താണ്? കോസ് തീറ്റ സൈൻ തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ അല്ലെ, സൈൻ തീറ്റ കോസ് തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്തത് നോക്കാം. സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലെ, മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്ത ഏതാണ്? കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. ഇനി അടുത്ത എലമെന്റ് ഏതാണ്? സെക്കൻഡ് റോ സെക്കൻഡ് കോളം അല്ലെ, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആകുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ ആണല്ലോ. നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? കോസ് സ്ക്വയർ നമുക്ക് ഇതേപോലെ തന്നെ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എഴുതാം. അടുത്ത ഇതിനെ നമുക്ക് 2 cos theta sin theta എന്ന് എഴുതാം അല്ലെ, 2 cos theta sin theta എന്ന് എഴുതാം. എന്താ കാര്യം? രണ്ട് cos theta sin theta ഉണ്ട്. cos theta sin theta plus cos theta sin theta ആണ്. അത് 2 cos theta sin theta എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് എന്തെടുക്കാം? മൈനസ് സൈനെ പുറത്തെടുത്തിട്ട് നമുക്ക് ഇതിനെ സൈൻ മൈനസ് സൈനെ പുറത്തെടുക്കാം. എന്ത് കിട്ടും? sin theta cos theta പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. ആണല്ലോ, ഇങ്ങനെയല്ലേ കിട്ടാം. ഇത് നമുക്ക് എന്താ? സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. എന്താണ്? 2 കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് എഴുതാമല്ലോ. അതിനെ ഞാൻ റീപ്ലേസ് ചെയ്യാണ്. 2 കോസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ, ലാസ്റ്റ് നമ്പറിനെ നമുക്ക് മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, നമുക്ക് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ ആണല്ലോ. നോക്കാം, നമ്മള് പ്ലസ് 1 ട്രിഗണോമെട്രിയില് ഐഡന്റിറ്റീസ് പഠിച്ചതാണ്. എന്താണ്? കോസ് 2 തീറ്റ, കോസ് 2 തീറ്റ ഈക്വൽ ടു ആണ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ
അതേപോലെ തന്നെ സൈൻ 2 തീറ്റയുടെ വാല്യൂ ആയിരുന്നു എന്താണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണല്ലോ. 2 സൈൻ തീറ്റ കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് 2 തീറ്റ 2 cos theta sin theta is equal to sin 2 theta minus 2 cos theta sin theta minus അവിടെ ഇട്ടിട്ട് 2 cos theta sin theta യുടെ വാല്യൂ എന്താണ് sin 2 theta. അതേപോലെ തന്നെ cos square theta minus sin square theta is equal to cos 2 theta. ഓക്കെ ആണല്ലോ. നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ് ഷോ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഷോ ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ നമ്മൾ ശരിക്കുന്നത്. പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത് എന്താണ് a സ്ക്വയർ ഈക്വൽ ടു cos 2 തീറ്റ sin 2 തീറ്റ മൈനസ് sin 2 തീറ്റ cos 2 തീറ്റ എന്നായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. a സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് സെയിം ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. a സ്ക്വയർ ഈക്വൽ ടു നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ വി ആർ മൂവിംഗ് ടു അവർ തേർഡ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിട്ടുണ്ട് m എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. 2/2 മെട്രിക്സ് ആണ്. നമ്മളോട് പറയുന്നത് പ്രൂവ് ദാറ്റ് m സ്ക്വയർ മൈനസ് 10m പ്ലസ് 11i2 ഈക്വൽ ടു 0. m സ്ക്വയർ മൈനസ് 10m പ്ലസ് 11i2 ഈക്വൽ ടു 0 അല്ലെ. ഇത് ഈക്വൽ ടു 0 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. m സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. m സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് m ഇൻറ്റു m ആണ് ആണല്ലോ. ആദ്യം തന്നെ നമുക്ക് m സ്ക്വയർ കണ്ടുപിടിക്കും. ഓക്കെ, m സ്ക്വയർ എന്ന് പറഞ്ഞാൽ m ഇൻറ്റു m ആണ്. m ഇൻറ്റു m m നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്യാം. എന്താണ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലെ. 7 into 7 49, 5 into 2 which equal to 10. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഏതാണ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആണ്. 7 into 5 equal to 35 and 5 into 3 equal to 15. ഓക്കെ, ഫസ്റ്റ് റോ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് സെക്കൻഡ് റോ ആണ്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എങ്ങനെയാണ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ആണ്. 2 into 7 equal to 14 and 3 into 2 equal to 6. Okay, next last element ആണ് 2 into 5 equal to 10 and 3 into 3 equal to 9. Okay, അങ്ങനെയാണെങ്കിൽ m സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുന്നത് 59, 50, 20 and 90. അങ്ങനെ m സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോ ഇതിനകത്തോട്ട് നമുക്ക് m സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. m സ്ക്വയറിന്റെ m ന്റെ i2 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. m ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി i2 എന്ന് ഉദ്ദേശിച്ചത് എന്തായിരുന്നു ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2/2. 2/2 ഐഡന്റിറ്റി മെട്രിക്സിനെയാണ് നമ്മൾ i2 എന്ന് ഉദ്ദേശിക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിലോട്ട് m സ്ക്വയർ m ആൻഡ് i യുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. m സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് -10 into m പ്ലസ് 11 into i ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിനകത്ത് മെട്രിക്സ് അഡിഷൻ ആൻഡ് മെട്രിക്സ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 10 into 7, 10 into 5, 10 into 2 and 10 into 3 ആണ് നമുക്ക് 70, 50, 20, 30 എന്ന് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ 11 into 1 ആണ് 11, 11 into 0 0 and 11 into 0 0 and 11 into 1 equal to 11. അതാണ് നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് ഈ രണ്ട് മെട്രിക്സുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് മെട്രിക്സ് അഡീഷൻ സബ്സ്ട്രാക്ഷൻ ചെയ്താൽ മതി അല്ലെ. നമുക്ക് 59 minus 70 plus 11 കൊടുക്കാം. അടുത്തതാണ് 50 minus 50 plus 0. നെക്സ്റ്റ് 20 minus 20 plus 0. Then 19 minus 13 plus 11. ഓക്കെ, നമുക്ക് ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു സീറോ മെട്രിക്സ് ആണ് കിട്ടുക. സീറോ മെട്രിക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. നമ്മളോട് പറഞ്ഞിരുന്നത് എന്തായിരുന്നു ഷോ ദാറ്റ് ആയിരുന്നു അല്ലെ. അല്ല പ്രൂവ് ദാറ്റ് ആയിരുന്നു. പ്രൂവ് ദാറ്റ് m സ്ക്വയർ മൈനസ് 10m പ്ലസ് 11i2 ഈക്വൽ ടു 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. m സ്ക്വയർ എന്ന് പറഞ്ഞാൽ m ഇൻറ്റു m ആണ്. i2 എന്ന് പറഞ്ഞാൽ 2/2 ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണ് a ഈക്വൽ ടു ഒരു 3/3 മെട്രിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു 3/3 മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് a2 minus 23a minus 40i equal to 0 എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുത്തെ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഏതാണ് a³ ആണ് അല്ലെ. a³ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും a സ്ക്വയർ ഇൻറ്റു a എന്ന് ചെയ്യാം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം a ഇൻറ്റു a ചെയ്യാം. a ഇൻറ്റു a ചെയ്യുമ്പോൾ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അതാണ് 1 6 12 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതാണ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആണ് 2 minus 4 6. ഫസ്റ്റ് റോ തേർഡ് കോളം ആണ് 3 2 3. നെക്സ്റ്റ് ഏതാണ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 3 minus 6 4. സെക്കൻഡ് റോ സെക്കൻഡ് കോളം 6 4 2.
second row, third column, 9 minus 2, 1. Last row, third row, first column, 4 plus 6 plus 4. Third row, second column, 8 minus 4, 2. Then third row, third column, 12, 2, 1. Okay, അങ്ങനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ മെട്രിക്സ് 19, 4, 8, 1, 12, 8, 14, 6, 15 എന്നാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? എ ക്യൂബ് വേണം അല്ലെ. എ ക്യൂബ് എങ്ങനെ കിട്ടും? എ സ്ക്വയർ ഇൻറ്റു എ. എ സ്ക്വയർ ആണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുവച്ചിരിക്കുന്നത്. അതേ ഇൻറ്റു എ ചെയ്യുക. നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വഴി എ സ്ക്വയർ ഇൻറ്റു എ വെച്ചാൽ മീൻസ് എ ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് 63, 46, 69, 69 minus 6, 23, 92, 46 and 63 ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൽ എ ക്യൂബിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ക്യൂബിന്റെ വാല്യൂ നമുക്കറിയാം, എയുടെ വാല്യൂ നമുക്കുണ്ട്, ഐയുടെ വാല്യൂ നമുക്കറിയാം അല്ലെ. 3/3 ഐഡന്റിറ്റി മെട്രിക്സ് വേണം അവിടെ യൂസ് ചെയ്യാൻ. ഐഡന്റിറ്റി മെട്രിക്സ് 3/3 ഐഡന്റിറ്റി മെട്രിക്സ് ഏതാണ്? 1 0 0 0 1 0 and 0 0 1. ഓക്കെ, എ ക്യൂബിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -23 ഇൻറ്റു എ കൊടുത്തു. -23 ഇൻറ്റു എ -40 ഇൻറ്റു ഐ. ഇവിടെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് 23 ഇൻറ്റു എ ചെയ്യുക, 14 ഇൻറ്റു ഐ ചെയ്യുക. ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 0 മെട്രിക്സ് ആയിരിക്കും. വിച്ച് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഈക്വൽ ടു 0 ആണെന്നാണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എ ക്യൂബ് -23 എ -40 ഐ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതൊരു ലെങ്തി പ്രോബ്ലം ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ഡൗട്ടുകളും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ കൂടി ക്ഷമയോടെ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഒരുപാട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം ആണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻസ്. സോ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക.